കെ.ടി. ജലീൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവർ പല സ്ഥലത്തും പല ആളുകളിൽ നിന്നും എമ്മി വാങ്ങിയിട്ടുള്ളത് 35-40 ലക്ഷം രൂപ. എന്നിട്ട് അവർ തന്നെ വന്ന് അതിന്റെ എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. 2 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 70 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ? ഇനി വേറെ വരുന്നുണ്ട്, അതിന്റെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്മി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടിപ്പോ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും 2 ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത്? ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ്? ഇതിനൊക്കെയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന പല ഘട്ടങ്ങളിൽ പിരിച്ച ഭീമമായിട്ടുള്ള തുക, അത് ഇവരെല്ലാവരും കൂടി എന്ന് ഞാൻ പറയുന്നില്ല, ഫിറോസിന്റെ കൗശല ബുദ്ധി കൊണ്ട് അതിൽ നിന്ന് വലിയ മുക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കത്തുവ ഉന്നവ ഫണ്ട്. കത്തുവ ഉന്നവ ഫണ്ടിന് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയിരുന്നു. കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം. എല്ലാവരും ബാങ്ക് മുഖേനയല്ല അന്ന് പണം അയച്ചത്. സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ കെ.ടി. ജലീൽ പി.കെ. ഫിറോസിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടത്.